ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു ചോറിന് ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഒരു പച്ചമാങ്ങ മുള്ളായി എടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. തോല് കളയുന്നില്ല കേട്ടോ. തോല് കളയാതെയാണ് എടുത്തത്. നിങ്ങൾക്ക് തോല് കളയണമെങ്കിൽ കളഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ കട്ടാക്കി എടുക്കാം. അപ്പോൾ കട്ടാക്കി എടുത്ത മാങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പകുതി സവാള നീളത്തിൽ കട്ടാക്കിയത്, 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവാള വേണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ വേകാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല. പുളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പുളിയുള്ള മാങ്ങ എടുക്കാം. ഇഷ്ടം കുറവാണെങ്കിൽ പുളി കുറഞ്ഞ മാങ്ങയും എടുക്കാവുന്നതാണ്. അപ്പം മാങ്ങയുടെ സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. അപ്പോൾ തേങ്ങ ചെറുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെ കൊത്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഇതൊന്ന് പൊടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ക്രഷാക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരവ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്, കറി പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് തിളച്ചാൽ മതി. ഈ പച്ചച്ചുവ എന്ന് കെട്ടാൽ മതി കേട്ടോ. ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിയിലേക്ക്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ഇട്ടിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. സമ്മാമ വേൾഡ് എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും